പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ 17ാം അധ്യായത്തിൽ പോളിംഗ് സ്റ്റേഷനുകൾ എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു മാതൃകാ പോളിംഗ് സ്റ്റേഷന്റെ ലേഔട്ട് ആണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. 2 വാതിലുകൾ ഉണ്ടെങ്കിൽ ഒരു വാതിലിലൂടെ വോട്ടർമാർക്ക് പ്രവേശിക്കുവാനും മറ്റൊരു വാതിലൂടെ പുറത്തു പോകുവാനും സൗകര്യം ഉണ്ടായിരിക്കണം. പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിക്കുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പോളിംഗ് സ്റ്റേഷനകത്തും അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷന് പുറത്തും ആവശ്യമായ സ്ഥല സൗകര്യമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പോളിംഗ് സ്റ്റേഷന് പുറത്ത് വോട്ടർമാർക്ക് ക്യൂ നിൽക്കുന്നതിനുള്ള സ്ഥല സൗകര്യമാണ് ഉണ്ടാകേണ്ടത്. ഒരു പോളിംഗ് സ്റ്റേഷനിൽ 2 വാതിലുകൾ ഉണ്ടെങ്കിൽ ഒരു വാതിൽ അകത്തേക്ക് പ്രവേശിക്കാനും മറ്റൊന്ന് പുറത്തേക്ക് പോകുവാനുള്ളതുമായി ആദ്യമേ തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് വേണം അകത്തെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാരുടെയും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനെയും ഒക്കെ സ്ഥാനം നിശ്ചയിക്കുവാൻ. ഒരു പോളിംഗ് സ്റ്റേഷനകത്ത് പരമാവധി സ്ഥലം വോട്ടർമാരുടെ സുഗമമായ മൂവ്മെന്റിന് പറ്റുന്ന രൂപത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പോളിംഗ് ഏജന്റുമാരുടെ സ്ഥാനം നിർണയിക്കുമ്പോൾ പോളിംഗ് ഏജന്റുമാർക്ക് വോട്ടർ പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറുന്ന സമയത്തു തന്നെ കാണുവാൻ കഴിയുന്ന തരത്തിലായി സജ്ജീകരിക്കണം. വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് വെക്കുമ്പോൾ വോട്ടറുടെ സ്വകാര്യത സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ആവശ്യമായ വെളിച്ചം ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നങ്ങളും പേരുകളും കാണുവാൻ ആവശ്യമായ വെളിച്ചവുമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പോളിംഗ് ഏജന്റുമാരുടെ ഇരിപ്പിടങ്ങൾക്ക് പ്രത്യേക പ്രയോറിറ്റി ഒന്നുമില്ല. എല്ലാവരോടും ഫോം 6 ലിസ്റ്റ് ഓഫ് കോണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിൽ പറയുന്ന ക്രമം അനുസരിച്ച് ഇരിക്കുവാൻ ആവശ്യപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. പോളിംഗ് സ്റ്റേഷന് പുറത്ത് ക്യൂ നിൽക്കുന്ന വോട്ടർമാർക്ക് ആവശ്യമായ കുടിവെള്ള സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. പോളിംഗ് സ്റ്റേഷനകത്തും പുറത്തും ആവശ്യമായ വെളിച്ച സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. പോളിംഗ് സ്റ്റേഷന് പുറത്ത് ഫോം N7 N8 പോസ്റ്ററുകൾ വോട്ടർമാർക്ക് കാണത്തക്ക രീതിയിൽ ഒട്ടിക്കേണ്ടതും ഉണ്ട്. പോളിംഗ് സ്റ്റേഷന് പുറത്ത് പതിക്കേണ്ടതായ പോസ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഫോം N7 പോളിംഗ് പ്രദേശം കാണിക്കുന്ന പോസ്റ്റർ. രണ്ടാമതായി ഫോം N8 മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്. ഇത് ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും പ്രത്യേകമായി തയ്യാറാക്കി ഒട്ടിച്ചു വെക്കേണ്ടതുണ്ട്. ഒന്നിലധികം പോളിംഗ് സ്റ്റേഷനുള്ള ലൊക്കേഷൻ ആണെങ്കിൽ ഗേറ്റിൽ എത്തുമ്പോൾ തന്നെ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകേണ്ടത് എന്ന് സംബന്ധിച്ച സൈനേജ് ഉണ്ടായിരിക്കേണ്ടതാണ്. പോളിംഗ് സ്റ്റേഷനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെയോ രാഷ്ട്രീയ നേതാക്കളുടെയോ പോസ്റ്ററുകൾ, ഫോട്ടോകൾ, മുദ്രാവാക്യങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ അവ മാറ്റുകയോ മറയ്ക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആർക്കെങ്കിലും നൽകിയ ചിഹ്നങ്ങൾ പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ അവ പ്രത്യേകം മറയ്ക്കുവാൻ ശ്രദ്ധിക്കണം. പോളിംഗ് സ്റ്റേഷനകത്ത് യാതൊരു കാരണവശാലും സ്ഫോടനം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ തീപിടുത്തത്തിന് കാരണമാകുന്നതോ ആയ ഗ്യാസ് സിലിണ്ടറുകൾ, സ്റ്റൗ തുടങ്ങിയ ഒന്നും തന്നെ ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ത്രിതലം ലളിതത്തിന്റെ 17ാം അധ്യായം സൂചിപ്പിച്ചിരിക്കുന്നു. ഏവർക്കും പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ നന്ദി.